ഹായ് ആൾ, വെൽക്കം ടു അവർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മുടെ സിവിക്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ നമ്മളിപ്പോൾ PSC വഴി നമുക്കൊരു സർക്കാർ ജോലി കിട്ടിയാൽ നമ്മളും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക, IAS, IPS, IFS അങ്ങനെ വരുന്നത് മാത്രമല്ല ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇത് SCRT ഇന്ത്യൻ സിവിൽ സർവീസിന് പറയുന്ന ഡെഫിനിഷനാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന് SCRT കൊടുക്കുന്ന ഡെഫിനിഷനാണ്: കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറലാണ് കോൺവാലിസ്. അപ്പോൾ കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിക്കുന്നത്. സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും കോൺവാലിസ് പ്രഭു തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന് വേണ്ടി ഒരു ഏകീകൃത സിവിൽ സർവീസ് രൂപീകരിക്കുന്നതും കോൺവാലിസ് പ്രഭുവാണ്. അതുകൊണ്ട് തന്നെ കോൺവാലിസ് പ്രഭുവിനെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യമാണിത്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് കോൺവാലിസ് പ്രഭു. അപ്പോൾ കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്. അങ്ങനെ 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സാവുന്നു. അപ്പോൾ 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സാവുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ വ്യക്തിയാണ് സത്യേന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ വ്യക്തിയാണ് സത്യേന്ദ്രനാഥ് ടാഗോർ 1864. അപ്പോൾ സത്യേന്ദ്രനാഥ് ടാഗോർ സിവിൽ സർവീസ് പാസ്സാവുന്ന വർഷം 1864. ആദ്യകാലങ്ങളിൽ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം 21 വയസ്സായിരുന്നു. അപ്പോൾ ഒരു വൈസ്രോയി വന്നിട്ട് സിവിൽ സർവീസിനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 19 വയസ്സിലേക്ക് ചുരുക്കി. അപ്പോൾ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 19 വയസ്സിലേക്ക് ചുരുക്കിയ വ്യക്തിയാണ് ലിട്ടൺ പ്രഭു. അപ്പോൾ ഓർമ്മിക്കുക, 21 വയസ്സിൽ നിന്നും 19 വയസ്സിലേക്ക് ചുരുക്കിയ വ്യക്തി ലിട്ടൺ പ്രഭു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വൈസ്രോയി വന്നിട്ട് ഇതിനൊന്ന് മാറ്റി വീണ്ടും 19 നിന്ന് 21 ആക്കി. അപ്പോൾ വീണ്ടും 19 വയസ്സിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സാക്കി ഉയർത്തിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഉയർത്തിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസ് ഡേ അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 21. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. എന്നാൽ ഇന്ത്യയിലെ ഫോറിൻ സർവീസ് ദിനം ഒക്ടോബർ 9. ഇന്ത്യയിലെ ഫോറിൻ സർവീസ് ദിനം ഒക്ടോബർ 9. ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21, ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം ഒക്ടോബർ 9. ഈ ചോദ്യം പ്രീവിയസ് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം മുൻപ് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ IAS, IPS എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312. IAS, IPS തുടങ്ങിയവയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 312. അപ്പോൾ ഇനി നമുക്ക് പഴയ കാര്യമൊക്കെ വിട്ട് നിലവിലെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആയി തിരിച്ചിട്ടുണ്ട്: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3ആക്കിയാണ് തിരിച്ചിരിക്കുന്നത്: അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ്, കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ്, അതുപോലെ തന്നെ സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ്. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്നാൽ സംസ്ഥാന സർവീസുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്വന്തം PSC ആണ്. സംസ്ഥാന സർവീസുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് PSC ആണ്. PSC അഥവാ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC, സംസ്ഥാന സർവീസുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നത് PSC. അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസ്. അപ്പോൾ ഇന്ത്യയിൽ ആകമാനം പരീക്ഷ നടത്തിയാണ് ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിലാണ് ഇതിനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കുന്നു. അപ്പോൾ ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണെന്ന് നോക്കാം: IAS, IPS തുടങ്ങിയവ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അഖിലേന്ത്യാ സർവീസിനുള്ള തിരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലാണ് നടക്കുന്നത്. അവ ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് IAS, IPS തുടങ്ങിയവ. അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഈ ചോദ്യം പ്രീവിയസ് ആണ്, മുൻപ് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഓൾ ഇന്ത്യ സർവീസ് ആക്ട് നിലവിൽ വരുന്നത് 1951. അപ്പോൾ 1951 ഓൾ ഇന്ത്യ സർവീസ് ആക്ട്
നിലവിൽ വരുന്നത്. ഈ IAS ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ്. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ സർവീസ് എന്ന IAS, ഇപ്പോൾ അറിയപ്പെടുന്ന IAS, അന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നായിരുന്നു. പിന്നീട് IAS ആയിട്ട് മാറുകയായിരുന്നു. പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ്. കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കുന്നത് UPSC ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര തലത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് നടന്നത്, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ്. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് തുടങ്ങിയവ. അപ്പോൾ IFS അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ സർവീസ് തുടങ്ങിയവ കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്. അപ്പോൾ കേന്ദ്ര സർവീസ് ഒന്നുകൂടെ നോക്കാം. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള വകുപ്പുകളിലാണ് നിയമിക്കുന്നത്. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് തുടങ്ങിയവ. ഇന്ത്യൻ ഫോറിൻ സർവീസ് ആരംഭിച്ചത് 1946-ലാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കുള്ള സേവനത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആരംഭിച്ച വർഷം 1946. അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലെങ്കിൽ IPS ആരംഭിച്ചത് 1948. അപ്പോൾ IFS അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആരംഭിക്കുന്നത് 1946-ലും IPS ആരംഭിക്കുന്നത് 1948-ലുമാണ്. അടുത്തതായി സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ്. സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥരെ സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം PSC ആണ് സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു PSC ടെസ്റ്റ് എഴുതി നമുക്ക് ജോലി കിട്ടുമ്പോൾ നമ്മൾ സംസ്ഥാന സർവീസിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IASൻ്റെ തലവൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IASകാരുടെ തലവൻ എന്നറിയപ്പെടുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് NR പിള്ളൈ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് NR പിള്ളൈ. അപ്പോൾ ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി, കറണ്ട് അഫയേഴ്സ് ആണ്, ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ. അപ്പോൾ ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ക്യാബിനറ്റ് സെക്രട്ടറി NR പിള്ളൈ, ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബ. ഇന്ത്യയിലെ IASകാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലവനാണ് ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ആപ്തവാക്യമാണ് യോഗ കർമ്മസു കൗശലം. അപ്പോൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ആപ്തവാക്യമാണ് യോഗ കർമ്മസു കൗശലം. യോഗ ഇംപ്ലൈസ് എക്സലൻസ് അറ്റ് വർക്ക്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം യോഗ ഇംപ്ലൈസ് എക്സലൻസ് അറ്റ് വർക്ക്. ഇന്ത്യയിലെ IAS ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥലമാണ് ലബാസ്ന, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇന്ത്യയിലെ IAS ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥലമാണ് ലബാസ്ന, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൻ്റെ ആസ്ഥാനം മുസൗറി. അപ്പോൾ ലബാസ്നയുടെ ആസ്ഥാനം, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം മുസൗറിയിലാണ്. ആസ്ഥാനം PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്, ആസ്ഥാനം മുസൗറിയിലാണ്. ഇന്ത്യയിലെ IPS ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥലം സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി. ഇന്ത്യയിലെ IPS ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥലം സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ IASകാർക്ക് ലബാസ്നയാണ്, അത് സ്ഥിതി ചെയ്യുന്നത് മുസൗറിയിൽ. IPSകാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി, അത് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും PSC പ്രീവിയസ് ആണ്, ഓർമ്മിച്ചോളുക. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ സെക്രട്ടറിയാണ് KPS മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ സെക്രട്ടറിയാണ് KPS മേനോൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ സെക്രട്ടറിയാണ് KPS മേനോൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ സെക്രട്ടറിയാണ് KPS മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ, ഇത് നമുക്കറിയാം PSCയുടെയും പ്രീവിയസ് ആണ്, നമുക്ക് ഈ പേര് ഒരുപാട് പരിചിതവുമാണ്, കിരൺ ബേദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ കിരൺ ബേദി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന മൽഹോത്ര, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ കിരൺ ബേദി. ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫോറിൻ സെക്രട്ടറി KPS മേനോൻ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസറാണ് അൻസാർ അഹമ്മദ് ഷേഖ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസറാണ് അൻസാർ അഹമ്മദ് ഷേഖ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ഹസൻ സാഫിൻ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ഹസൻ സാഫിൻ. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ IAS ഓഫീസർ അൻസാർ അഹമ്മദ് ഷേഖ്, ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ഹസൻ സാഫിൻ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IAS
IAS ഓഫീസർ, അൻസാർ അഹമ്മദ് ഷേഖ് ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ, ഹസൻ സാഫിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ സിവിക്സിൻ്റെ 4 ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലും പ്രീവിയസ് ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അത്യാവശ്യം ശ്രദ്ധ കൊടുത്ത് തന്നെ പഠിക്കുക. ഇതിൽ നിന്നും 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്